അയോധ്യയിലെ ഈ പ്രാവശ്യം ഒരുപാട് ചോദ്യങ്ങൾ അയോധ്യയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സന്തോഷം, നല്ലതാണ്. നമ്മുടെ സമൂഹം അത്രയും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുന്നോടിയായി പൂജിച്ച അക്ഷതം വീടുകളിൽ എത്തിച്ചുകൊണ്ട് മഹാസമ്പർക്ക യജ്ഞം നടക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പം കഴിഞ്ഞു. ഭാരതത്തിൽ എല്ലാ പ്രദേശങ്ങളിലും അവിടെ പൂജിച്ച എന്ന് പറയുന്നതിനേക്കാൾ ശരി, ബാലരാമൻ്റെ വിഗ്രഹം ശയിക്കുന്നതിന് വിരിച്ച അക്ഷതം മുഴുവൻ എത്തിച്ചിരിക്കുകയാണ്. ഭാരതത്തിൽ മുഴുവൻ വലിയൊരു പ്രവർത്തനമാണ് നടന്നത്. വലിയ പ്രവർത്തനം. വീടാന്തരം കയറി. ചിലതൊക്കെ വിട്ടുപോകും, അത് സാധാരണയാണ് ഇത്രയും വലിയൊരു പദ്ധതി നടക്കുമ്പോൾ. എങ്കിലും സാമാന്യം സ്തുത്യർഹമായ രീതിയിൽ അത് നടന്നിട്ടുണ്ട്. മഹാസമ്പർക്ക യജ്ഞം നടക്കുകയാണല്ലോ. പ്രശസ്ത ഗായിക ശ്രീമതി KS ചിത്ര ആദരപൂർവ്വം അക്ഷതം സ്വീകരിച്ചുകൊണ്ട് പ്രതിഷ്ഠ നടക്കുമ്പോൾ എല്ലാവരും വീടുകളിൽ ദീപം തെളിയിക്കണം എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതിൻ്റെ പേരിൽ അത്യന്തം ഹീനമായ രീതിയിൽ സൈബർ ഇടങ്ങളിൽ ആ മാതാവ് അക്രമം നേരിടുകയാണ്. എന്തക്രമം? എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബാക്കി കൂടി വായിക്കട്ടെ, എങ്ങോട്ടായി എഴുതിയ ആളുടെ പോക്ക് നോക്കാലോ. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി വേദി പങ്കിട്ടതിൻ്റെ പേരിൽ പ്രശസ്ത നടി ശോഭനയ്ക്കും ഈ അനുഭവം ഉണ്ടായി. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ വ്യക്തിഹത്യ നടക്കുകയാണ്. സ്ത്രീകളെ മാതാവായി മാനിക്കണമെന്ന് പഠിപ്പിക്കുന്ന നമ്മുടെ നാട്ടിലോ ഇങ്ങനെ നടക്കുന്നത്? കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? മലയാളികൾ എങ്ങനെ ഇങ്ങനെയായി? ഈ അവസാന ഭാഗത്തോട് നല്ല യോജിപ്പുണ്ട്. അല്ലാതെ KS ചിത്രയെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് പട്ടണത്തിലാണ്. പക്ഷേ ആശ്രമം പ്രവർത്തിക്കുന്നത്, ആശ്രമം കുറേ സ്ഥലങ്ങളിൽ ശാഖകളുണ്ട് കേട്ടോ. കുറേ സ്ഥലങ്ങളിൽ അദ്വൈതാശ്രമത്തിൻ്റെ ശാഖകളൊക്കെ ഉണ്ടെങ്കിലും കേന്ദ്രം കൊളത്തൂർ എന്നുള്ള സുഗ്രാമമാണ്. അധികമൊന്നുമില്ല, ഇവിടുന്ന് 24 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് ഈ ശംഖനാദം മുഴക്കും, പ്രണവധ്വനിയാണ്. അത് മുഴങ്ങുമ്പോൾ അതുപോലെ പി ലീലയുടെ ശബ്ദത്തിലുള്ള ജ്ഞാനപ്പാന അവർ റെക്കോർഡ്, അതിൻ്റെ തുടക്കത്തിൽ 2-3 ശംഖുവിളിയുണ്ട്. അത് മുഴങ്ങുമ്പോൾ കുറേ കുറുക്കന്മാർ ഓരിയിടും. അതെ, എപ്പോൾ ശംഖ് വിളിക്കണം അപ്പോൾ. അതുപോലെ അടുത്ത പള്ളിയിൽ നിന്ന് തക്ബീർ മുഴക്കുമ്പോൾ, ബാങ്ക് കൊടുക്കുമ്പോൾ അപ്പോഴും ഈ കുറുക്കന്മാർ ഒച്ചത്തിൽ പറയും. അമ്പലത്തിൽ ശംഖ് വിളിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് തക്ബീർ മുഴക്കുമ്പോഴും ഒരേപോലെ ഒരു ശബ്ദത്തിൽ ഓരിയിടും. ഭക്തിപൂർവം അവർ ഒന്നിച്ച് ജപിക്കുകയാണോ നമുക്കറിയില്ല. അവരിൽ മതഭേദമുണ്ടോ അറിയില്ല. ആ തർക്കങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ അവർ ചിലപ്പോൾ കൂടുകയായിരിക്കും ഒന്നിച്ച്, പാവങ്ങൾ. അതല്ലെങ്കിൽ അവർ ഇതിനെ പരിഹസിക്കുകയായിരിക്കും, ഈ അമ്പലക്കാരെയും പള്ളിക്കാരെയും ഒക്കെ പരിഹസിക്കുകയായിരിക്കും. പക്ഷെ സംഭവം നിത്യം നടക്കും. ഇന്ന് വരെ അതുകൊണ്ട് എന്തെങ്കിലും ഹാനി, ക്ഷതി അമ്പലത്തിനോ പള്ളിക്കോ ഉണ്ടായത് നമുക്കറിയില്ല. KS ചിത്ര ആരാ? സംഗീത രസികന്മാരുടെ ഹൃദയത്തിൽ സുപ്രതിഷ്ഠിതയാണ്. ഇനി സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിത എന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാരിനാലും ഭാരത സർക്കാരിനാലും പലവുരു ഏറ്റവും നല്ല ഗായികയായിട്ട് അംഗീകരിക്കപ്പെട്ടതാ.
രാഷ്ട്രത്താൽ മാത്രമല്ല ഒട്ടനവധി അന്താരാഷ്ട്ര സമൂഹങ്ങളാൽ ബഹുമാനിക്കപ്പെട്ടവരാ. ഭാരതം പത്മശ്രീ, പത്മഭൂഷൺ ഈ 2 ബഹുമതികളും കൊടുത്ത് ബഹുമാനിച്ചതാണ്. പത്മശ്രീയാണ്, പത്മഭൂഷണുമാണ്. അങ്ങനെയുള്ള KS ചിത്ര എവിടെ കിടക്കണു? ഈ ഓരിയിടണവരെ എവിടെ കിടക്കണു? അതുകൊണ്ട് ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കൊരു വില കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതങ്ങനെ ഒരിടും, അവരുടെ പണി അതല്ലേ. അത് ഒരിടാണ്ടാക്കിയവർക്ക് ഒരിട്ടുകൊണ്ടിരിക്കും, അവർക്ക് അതന്നെ പണി. ഒരിട്ടോളൂ എന്ന് പറഞ്ഞാൽ ഒരിടാന്ന്. അപ്പം അത്രയും അത് KS ചിത്രയെ ബാധിക്കുന്നുണ്ടോ? അതിനേക്കാൾ നേരം പോക്ക് ഇന്നലെ വരെ വാനമ്പാടി അത് ഇത് എന്നൊക്കെ പറഞ്ഞവരായി പറയണതേ. ഒരു വിമർശന ചുവയോടുകൂടി ഈ സൂര്യതേജസ്സിനെ കുറിച്ച് ഒരു സൂചന MT വാസുദേവൻ നായർ കൊടുത്തപ്പോഴത്തേക്ക് പകുതി അനഭിമതനായി. ചിന്തിച്ചു നോക്കൂ. അവര് വാസുദേവൻ കേമനായിരുന്നു കേട്ടോ. MT ഇപ്പൊ MT എന്നാണ്. എന്താപ്പത്? മോഹൻലാൽ എന്താ കംപ്ലീറ്റ് ആക്ടർ. അക്ഷതം മേടിച്ചു വയ്യാട്ടോ, മഹാവർഗീയവാദിയായിരിക്കുകയാണ്. ചിന്തിക്കുക. ഇവിടെ പിന്നെ പരാമർശിക്കപ്പെട്ടത് ശോഭനയാണ്. എന്താ ശോഭനയുടെ അഭിനയം! അസലാട്ടോ. തൃശ്ശൂർ പ്രധാനമന്ത്രിയുടെ കൂടെ വേദി പങ്കിട്ടു. വൃത്തികെട്ട അഭിനയം വേറെ ഇല്ല. അവർക്ക് അഭിനയിക്കാൻ എന്തെങ്കിലും ഭാവമുണ്ടോ അവരുടെ മുഖത്ത്? എന്താണ് കേരളത്തിന് പറ്റുന്നത്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുന്നത് ഈ കുറുക്കന്മാർ ഓരിയിടുന്നതിനെ കുറിച്ചല്ല. അതുകൊണ്ടാണ് ഈ എഴുതിയയാളുടെ ചോദ്യത്തിലെ അവസാന ഭാഗത്തിനോട് നമുക്ക് താല്പര്യം എന്ന് പറയുന്നത്. കേരളത്തിന് എന്ത് സംഭവിക്കുന്നു? മറ്റൊരാളെയും ഉപദ്രവിക്കാതെ തൻ്റെ വിശ്വാസം, തൻ്റെ ഭക്തി അത് പ്രകടിപ്പിച്ചു, നാമം ജപിച്ചു, നാമം ജപിക്കാൻ പ്രേരിപ്പിച്ചു. അതാണ് KS ചിത്ര ചെയ്തത്. അപ്പോഴത്തേക്ക് വാനമ്പാടിയൊക്കെ പോയി, എല്ലാം പോയി. അതിലുപരി ഈ സൈബർ ഇടത്തിനൊരു വിശേഷമുണ്ട്. അത് മുഖമില്ലാത്ത ഇടമാണ്. അവിടെ മുഖമില്ല, അവിടെ വ്യക്തിത്വമില്ല. ഒരാൾ തന്നെ രാമകൃഷ്ണനായിട്ടും അബ്ദുറഹിമാനായിട്ടും ജോസഫ് കുട്ടിയായിട്ടും പ്രകടാകുന്ന സ്ഥലമാണ്. ഇതാരാ ഇതിൻ്റെ സത്യസ്ഥിതി നമുക്കറിയില്ല. പല പേരിൽ പലര്. ഇനി മനുഷ്യനില്ലാത്ത പേരുകളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള രൂപത്തിലാണ് വരുന്നത് ഓരോരുത്തരും. അപ്പം ആരാന്നറിയില്ല. പക്ഷേ പേര് മാത്രമല്ല, താൻ വഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അനുബന്ധ ഘടകത്തിൻ്റെ ജില്ലാതല ഉത്തരവാദിത്തം രേഖപ്പെടുത്തി പോലും മാതൃത്വത്തെ അപമാനിക്കുന്ന വാക്കുകൾ KS ചിത്രക്കെതിരായി പറഞ്ഞു. അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ മുഖമില്ലാത്തവർ പറഞ്ഞോട്ടെ, എന്തോ പറഞ്ഞോട്ടെ, പക്ഷെ മുഖം വെച്ചും കൊണ്ട് പറഞ്ഞു. മുഖം വെച്ചിട്ട് മാത്രമല്ല, ജില്ലാതല ഉത്തരവാദിത്തം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റ് വന്നു. അത് മാതൃത്വത്തെ അവഹേളിക്കുന്നതാണ്. കാരണം ഒരു മകള് മരിച്ച അമ്മ, ആ അമ്മയുടെ നൊമ്പരം അത് മാതാവിനറിയുന്നതാണ്. വളരെ അശ്ലീലമായ, നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല, അശ്ലീലമായ ഭാവത്തിൽ. അതുകൊണ്ടല്ലേ ഈ കുഞ്ഞ് മരിച്ചത് എന്ന്, കുഞ്ഞ് മരിക്കാനിട വന്നത്, രോഗിയായ കുഞ്ഞ് മരിക്കാനിട വന്നത് വളരെ അശ്ലീല ചൊവ്വയോടുകൂടിയിട്ടാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിയെങ്കിൽ എങ്ങോട്ടാണ് ഈ പോക്ക്? ഇവിടെ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. ഇങ്ങനെ പലരും
മനുഷ്യത്വമെന്നോ മൃഗീയമെന്നോ പൈശാചികമെന്നോ രാക്ഷസീയമോ എന്നൊന്നും പേര് വിളിക്കാൻ കൊള്ളാത്ത, ഈ വക പേരുകളൊന്നും പോരാത്ത ഈ വികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ ബോധം കൊണ്ടോ മതബോധം കൊണ്ടോ അതിനെ അനുമോദിക്കുന്നവർ ഓർമ്മിക്കുക, നാളെ ഇത് തിരിച്ചു വരും. നാളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് മുളയിലേ ഇത് നുള്ളപ്പെടേണ്ടതാണ്. ഇത്തരം വ്യക്തിഹത്യ ചെയ്യുന്ന ഇത് കണ്ടിട്ട് കേട്ടിട്ട് മിണ്ടാതിരിക്കരുത്. ഒരു 50 പേര് റിപ്പോർട്ട് ചെയ്താൽ അപ്പോൾ അതവിടെ നിരോധിക്കപ്പെടും. പിന്നെ അയാൾക്ക് പിന്നെ പ്രതികരിക്കാൻ പറ്റില്ല. ഫേസ്ബുക്ക് ആണെങ്കിലും ഇനി ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാം. ഇത് സ്ത്രീത്വത്തിനെതിരായിട്ടുള്ളതാണ്, ഇത് സമൂഹ സുസ്ഥിരതയ്ക്കെതിരാണ്. റിപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നോക്കാണ്ടിരുന്നാൽ പോരാ. അങ്ങനെ ബ്ലോക്ക് ചെയ്യുക. അതെങ്കിലും ചെയ്യാമല്ലോ, ബാക്കിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓരിടുന്നവൻ ഓരിടുകയല്ലാണ്ട് ഒരു കുറുക്കനോട് പറയുകയാണ്, നീ ഒരു പാട്ട് പാടൂ, ചിത്ര പാടുന്ന പോലെ പാടൂ എന്ന് പറഞ്ഞാൽ സാധിക്കുമോ? അത് പറ്റില്ലല്ലോ. ഒരു സരസ്വതിയുടെ അനുഗ്രഹമുള്ളവരാണ്, സരസ്വതി ഉപാസിക്കുന്നവരാണ്. അത് കൂടാതെ എനിക്ക് അടുത്ത പരിചയമില്ല, തുറന്ന് പറയുകയാണ്. എങ്കിൽ പോലും മനസ്സിലാക്കിയെടുത്തോളം അവർ ഒരു സമ്പ്രദായത്തിൽ ഉപാസന ചെയ്യുന്ന വ്യക്തിയാണ്. ഗുരുവിൽ നിന്ന് മന്ത്രദീക്ഷ സ്വീകരിച്ച് ഉപാസന ചെയ്യുന്ന വ്യക്തിയാണ്. അവർക്ക് ഭാരതത്തിൽ പബ്ലിക് ഓർഡറിനോ പബ്ലിക് ഹെൽത്തിനോ മൊറാലിറ്റിക്കോ വിരുദ്ധമാകാത്ത രീതിയിൽ വിശ്വസിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും ഭരണഘടനയ്ക്കനുസരിച്ച് അനുവാദമുണ്ട്. അത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആശയം മാത്രമേ പാടുള്ളൂ എന്ന് വിചാരിച്ച് ഈ ഓരിയിടുന്നവരൊന്ന് മനസ്സിലാക്കുക, നാളെ നിങ്ങളുടെ ആശയം ഇവിടെ ഉണ്ടാവില്ല. ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് നാളെ നമുക്ക് ആശയ വൈവിധ്യങ്ങൾ വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ സംസ്കാരത്തിനനുസരിച്ച് മുന്നോട്ട് പോവാൻ അണികളെ പഠിപ്പിക്കുക. ഇതേ ആ വിഷയത്തിൽ പറയാനുള്ളൂ.